ആദീസ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ പൊളിറ്റിക്കൽ സയൻസ് ആണ് പഠിക്കുന്നത്. പൊളിറ്റിക്കൽ സയൻസിൽ പൊളിറ്റിക്കൽ കൾച്ചറിനെ കുറിച്ചാണ് പഠിക്കുന്നത്. രാഷ്ട്രീയ സംസ്കാരം, പൊളിറ്റിക്കൽ കൾച്ചർ. ഒരു ജനതയുടെ രാഷ്ട്രീയ മനോഭാവവും ചിന്തയും സ്വഭാവവും അവർ വെച്ചു പുലർത്തുന്ന മൂല്യബോധവും വൈകാരികതയും ചേർന്ന രാഷ്ട്രീയ അവബോധമാണ് രാഷ്ട്രീയ സംസ്കാരം. അപ്പോൾ പൊളിറ്റിക്കൽ കൾച്ചർ എന്നത് ഒരു ജനതയുടെ രാഷ്ട്രീയ മനോഭാവവും ചിന്തയും സ്വഭാവവും അവർ വെച്ചു പുലർത്തുന്ന സാമൂഹ്യ ബോധവും വൈകാരികതയും ചേർന്ന രാഷ്ട്രീയ അവബോധമാണ്. രാഷ്ട്രീയ സംസ്കാരത്തെക്കുറിച്ചുള്ള പഠനം ഒരു ജനതയുടെ രാഷ്ട്രീയ മൂല്യങ്ങളെക്കുറിച്ച് തിരിച്ചറിയുന്നതിന് സഹായിക്കുന്നു. പൊളിറ്റിക്കൽ കൾച്ചർ എന്നൊരു ടേം ആദ്യമായിട്ട് കോയിൻ ചെയ്തത് ഗബ്രിയേൽ ആൽമണ്ടാണ്. ഗബ്രിയേൽ ആൽമണ്ടാണ് പൊളിറ്റിക്കൽ കൾച്ചറിൽ രാഷ്ട്രീയ സംസ്കാരം എന്നൊരു ടേം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. അദ്ദേഹത്തിൻ്റെ കമ്പാരിറ്റീവ് പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന കൃതിയിലാണ് പൊളിറ്റിക്കൽ കൾച്ചർ എന്ന ടേം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ഫൗണ്ടിങ് ഫാദേഴ്സ് ഓഫ് പൊളിറ്റിക്കൽ കൾച്ചർ. പൊളിറ്റിക്കൽ കൾച്ചറിൻ്റെ ഫൗണ്ടിങ് ഫാദേഴ്സ് എന്നറിയപ്പെടുന്നത് ഗബ്രിയേൽ ആൽമണ്ടും സിഡ്നി വേർബുമാണ്. ഗബ്രിയേൽ ആൽമണ്ട് ആൻഡ് സിഡ്നി വേർബ്, ഫൗണ്ടിങ് ഫാദേഴ്സ് ഓഫ് പൊളിറ്റിക്കൽ കൾച്ചർ. അമേരിക്കൻ പൊളിറ്റിക്കൽ തിങ്കേഴ്സാണ് ഗബ്രിയേൽ ആൽമണ്ടും സിഡ്നി വെബും. 1950-60കളിലാണ് ഈ ഒരു പൊളിറ്റിക്കൽ കൾച്ചർ എന്ന ഒരു ടേം പ്രചാരത്തിൽ വരുന്നത്. പൊളിറ്റിക്കൽ കൾച്ചർ എന്ന ടേം ആദ്യമായി കൊണ്ടുവന്നത് ഗബ്രിയേൽ ആൽമണ്ടാണ്. അമേരിക്കൻ പൊളിറ്റിക്കൽ തിങ്കേഴ്സാണ് ഗബ്രിയേൽ ആൽമണ്ടും സിഡ്നി വേർബും. ഫൗണ്ടിങ് ഫാദേഴ്സ് ഓഫ് പൊളിറ്റിക്കൽ കൾച്ചർ എന്നറിയപ്പെടുന്നത് ഗബ്രിയേൽ ആൽമണ്ടും സിഡ്നി വേർബുമാണ്. നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് പൊളിറ്റിക്കൽ കൾച്ചർ. ടൈപ്സ് ഓഫ് പൊളിറ്റിക്കൽ കൾച്ചർ. ഫസ്റ്റ് വൺ, സങ്കുചിത രാഷ്ട്രീയ സംസ്കാരം, പരോക്യൽ പൊളിറ്റിക്കൽ കൾച്ചർ. മതിയായ രാഷ്ട്രീയ ബോധമില്ലാത്ത ഒരു ജനത വെച്ചു പുലർത്തുന്ന രാഷ്ട്രീയ മനോഭാവമാണ് സങ്കുചിത രാഷ്ട്രീയ സംസ്കാരം. മതിയായ രാഷ്ട്രീയ ബോധമില്ലാത്ത ഒരു ജനത വെച്ചു പുലർത്തുന്ന രാഷ്ട്രീയ മനോഭാവമാണ് സങ്കുചിത രാഷ്ട്രീയ മനോഭാവം. അപ്പം ഇങ്ങനെയുള്ള ഒരു അവസരത്തിൽ എന്താണ്, രാഷ്ട്രീയ പ്രക്രിയകളിൽ നിന്നും ജനം ഒരുപാട് അകലെയായിരിക്കും. സെക്കൻഡ്, സബ്ജക്റ്റ് രാഷ്ട്രീയ സംസ്കാരം, സബ്ജക്റ്റ് പൊളിറ്റിക്കൽ കൾച്ചർ. രാഷ്ട്രീയ പ്രവർത്തനങ്ങളെക്കുറിച്ചും അതിൻ്റെ കടമകളെക്കുറിച്ചും കൃത്യമായ ബോധമുള്ള ഒരു ജനവിഭാഗം നിലനിർത്തുന്ന രാഷ്ട്രീയ മനോഭാവമാണ് സബ്ജക്റ്റ് രാഷ്ട്രീയ സംസ്കാരം. അപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെക്കുറിച്ചും അതിൻ്റെ കടമകളെക്കുറിച്ചും കൃത്യമായ ബോധമുള്ള ഒരു ജനവിഭാഗം നിലനിർത്തുന്ന രാഷ്ട്രീയ മനോഭാവമാണ് സബ്ജക്റ്റ് രാഷ്ട്രീയ മനോഭാവം. തേർഡ്, പങ്കാളിത്ത രാഷ്ട്രീയ സംസ്കാരം, പാർട്ടിസിപ്പൻ്റ് പൊളിറ്റിക്കൽ കൾച്ചർ. രാഷ്ട്ര നിർമ്മാണ പ്രക്രിയകളിൽ ഒരു ജനത സങ്കീർണമായി പങ്കുകൊള്ളുന്ന രാഷ്ട്രീയ മനോഭാവമാണ് പാർട്ടിസിപ്പൻ്റ് പൊളിറ്റിക്കൽ കൾച്ചർ. പൗരന്മാർ രാഷ്ട്രവ്യവസ്ഥയിൽ നിന്നും ആവശ്യങ്ങൾ ഉന്നയിക്കുന്ന പൗരബോധത്തിൻ്റെ ഉയർന്ന തലം ഈ ഒരു വ്യവസ്ഥയിൽ കാണാവുന്നതാണ്. ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും കടമകളെക്കുറിച്ചുമുള്ള അറിവും അതിൽ ക്രിയാത്മകതയാർന്ന പൗര ഇടപെടലുകളും ഒരുമിച്ച് കൂടുന്ന രാഷ്ട്രീയ മനോഭാവമാണ് പങ്കാളിത്ത രാഷ്ട്രീയ സംസ്കാരം. നെക്സ്റ്റ്, ശ്രേഷ്ഠ വർഗ രാഷ്ട്രീയ സംസ്കാരം, എലൈറ്റ് പൊളിറ്റിക്കൽ കൾച്ചർ. രാഷ്ട്രീയ വ്യവസ്ഥയിൽ ഒരു ന്യൂനപക്ഷ ശ്രേഷ്ഠവർഗം മാത്രം പങ്കാളികളാകുന്ന രാഷ്ട്രീയ സംസ്കാരമാണ് എലൈറ്റ് പൊളിറ്റിക്കൽ കൾച്ചർ. ഫിഫ്ത്ത്, ജനസഞ്ചയ രാഷ്ട്രീയ സംസ്കാരം, മാസ് പൊളിറ്റിക്കൽ കൾച്ചർ. ജാതി മത താൽപ്പര്യങ്ങൾ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ വ്യവസ്ഥ നിലനിൽക്കുന്നതാണ് ജനസഞ്ചയ
രാഷ്ട്രീയ സംസ്കാരം. ഇവിടെ ജനസംഖ്യ എന്നാണ് കൊടുത്തിരിക്കുന്നത്, അത് ജനസഞ്ചയ രാഷ്ട്രീയ സംസ്കാരം എന്നാണ്. 6th ഛിന്ന ഭിന്നമായ രാഷ്ട്രീയ സംസ്കാരം, ഫ്രാഗ്മെൻറ്റഡ് പൊളിറ്റിക്കൽ കൾച്ചർ. വൈവിധ്യങ്ങൾ നിറഞ്ഞ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിലനിൽക്കുന്നതാണ് ഫ്രാഗ്മെൻറ്റഡ് പൊളിറ്റിക്കൽ കൾച്ചർ. അപ്പോൾ വൈവിധ്യങ്ങൾ നിറഞ്ഞ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിലനിൽക്കുന്ന വ്യവസ്ഥിതിയാണ് ഫ്രാഗ്മെൻറ്റഡ് പൊളിറ്റിക്കൽ കൾച്ചർ. അപ്പം ഭാഷയും വേഷവും സംസ്കാരവും ഈ വ്യവസ്ഥയിൽ വ്യത്യസ്തമായിരിക്കും. നെക്സ്റ്റ്, ഏകജാതീയ രാഷ്ട്രീയ സംസ്കാരം, ഹോമോജീനിയസ് പൊളിറ്റിക്കൽ കൾച്ചർ. മഹാഭൂരിപക്ഷം ജനങ്ങളും ഒരേ രാഷ്ട്രീയ വീക്ഷണം വെച്ചു പുലർത്തുകയും രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ പങ്കാളികളാകുകയും ചെയ്യുന്ന രാഷ്ട്രീയ മനോഭാവമാണ് ഏകജാതീയ രാഷ്ട്രീയ സംസ്കാരം. മഹാഭൂരിപക്ഷം ജനങ്ങളും ഒരേ രാഷ്ട്രീയ വീക്ഷണം വെച്ചു പുലർത്തുകയും രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ പങ്കാളികളാകുകയും ചെയ്യുന്ന രാഷ്ട്രീയ മനോഭാവമാണ് ഏകജാതീയ രാഷ്ട്രീയ സംസ്കാരം, ഹോമോജീനിയസ് പൊളിറ്റിക്കൽ കൾച്ചർ. നെക്സ്റ്റ്, പ്രത്യയശാസ്ത്ര രാഷ്ട്രീയ സംസ്കാരം, ഐഡിയോളജിക്കൽ പൊളിറ്റിക്കൽ കൾച്ചർ. പ്രത്യയശാസ്ത്ര രാഷ്ട്രീയ സംസ്കാരം വിവിധ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങൾക്ക് പ്രവർത്തന അനുമതി നൽകുകയും എല്ലാ ആശയങ്ങളെയും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ വ്യവസ്ഥിതിയാണ് ഐഡിയോളജിക്കൽ പൊളിറ്റിക്കൽ കൾച്ചർ. വിവിധ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങൾക്ക് പ്രവർത്തന അനുമതി നൽകുകയും എല്ലാ ആശയങ്ങളെയും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന രാഷ്ട്രീയ വ്യവസ്ഥിതിയാണ് പ്രത്യയശാസ്ത്ര രാഷ്ട്രീയ സംസ്കാരം. ഇത്രയുമാണ് പൊളിറ്റിക്കൽ കൾച്ചറിൽ നമ്മൾ പഠിക്കുന്നത്. നെക്സ്റ്റ്, പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ, രാഷ്ട്രീയ സാമൂഹ്യവൽക്കരണം. പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ, ഒരു വ്യക്തി രാഷ്ട്രീയ പങ്കാളിത്തത്തിലൂടെ രാഷ്ട്രീയ മൂല്യങ്ങൾ ആർജിച്ചെടുക്കുന്ന പ്രക്രിയയാണ് രാഷ്ട്രീയ സാമൂഹ്യവൽക്കരണം. എന്താണ് രാഷ്ട്രീയ സാമൂഹ്യവൽക്കരണം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ? ഒരു വ്യക്തി രാഷ്ട്രീയ പങ്കാളിത്തത്തിലൂടെ രാഷ്ട്രീയ മൂല്യങ്ങൾ ആർജിച്ചെടുക്കുന്ന പ്രക്രിയയാണ് രാഷ്ട്രീയ സാമൂഹ്യവൽക്കരണം. അപ്പോൾ എന്താണ് സാമൂഹ്യവൽക്കരണം? സാമൂഹ്യവൽക്കരണം എന്നാൽ ഒരു വ്യക്തി സൊസൈറ്റിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിൽ എങ്ങനെ ജീവിക്കണം എന്ന് അല്ലെങ്കിൽ ഒരു സൊസൈറ്റിക്ക് ആപ്റ്റായിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു വ്യക്തിയായിട്ട് മാറുന്ന പ്രോസസ്സിനെയാണ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പം ഒരു പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ എന്നത് ഒരു വ്യക്തി രാഷ്ട്രീയ പങ്കാളിത്തത്തിലൂടെ രാഷ്ട്രീയ മൂല്യങ്ങൾ ആർജിക്കുന്ന ഒരു പ്രോസസ്സിനെ നമുക്ക് എന്ത് പറയാം? പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ എന്ന് പറയാം. പ്രകടമായ രാഷ്ട്രീയ സാമൂഹ്യവൽക്കരണം അല്ലെങ്കിൽ മാനിഫെസ്റ്റ് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ. എന്താണ് മാനിഫെസ്റ്റ് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ എന്നത്? തികച്ചും സ്വകാര്യമായ രീതികൾ വഴിയുള്ള മൂല്യങ്ങളുടെയും അവബോധത്തിൻ്റെയും കൈമാറ്റമാണ് പ്രകടമായ രാഷ്ട്രീയ സാമൂഹ്യവൽക്കരണം. തികച്ചും സ്വകാര്യമായ രീതികൾ വഴിയുള്ള മൂല്യങ്ങളുടെയും അവബോധത്തിൻ്റെയും കൈമാറ്റമാണ് പ്രകടമായ രാഷ്ട്രീയ സാമൂഹ്യവൽക്കരണം. ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്നും വിദ്യാർത്ഥികൾ ആർജിച്ചെടുക്കുന്ന സാമൂഹ്യവൽക്കരണം ഇതാണ് അല്ലെങ്കിൽ രാഷ്ട്രീയ സാമൂഹ്യവൽക്കരണം പ്രകടമായ രാഷ്ട്രീയ സാമൂഹ്യവൽക്കരണത്തിന് ഉദാഹരണമാണ്. മാനിഫെസ്റ്റ് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ ഡയറക്റ്റ് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പം മാനിഫെസ്റ്റ് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ ഡയറക്റ്റ് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ എന്നും അറിയപ്പെടുന്നു. നെക്സ്റ്റ്, പ്രകടമല്ലാത്ത രാഷ്ട്രീയവൽക്കരണം ലാറ്റന്റ് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ. തീർത്തും ഒളിഞ്ഞുകിടക്കുന്നതും അധാര്യവുമായ രാഷ്ട്രീയവൽക്കരണമാണ് പ്രകടമല്ലാത്ത രാഷ്ട്രീയവൽക്കരണം. തീർത്തും ഒളിഞ്ഞുകിടക്കുന്നതും അധാര്യവുമായ രാഷ്ട്രീയവൽക്കരണമാണ് ലാറ്റന്റ് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ. ലാറ്റന്റ് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ ഇൻഡയറക്റ്റ് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ എന്നും അറിയപ്പെടുന്നു. ഇൻഡയറക്റ്റ് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ എന്നറിയപ്പെടുന്നത് ലാറ്റന്റ് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ ആണ്. നെക്സ്റ്റ്, ഏജൻസീസ് ഓഫ് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ.
പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ്റെ പ്രധാനപ്പെട്ട ഏജൻസികൾ: ഫാമിലി, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പിയർ ഗ്രൂപ്പ്സ്, റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ. പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ്റെ പ്രധാനപ്പെട്ട ഏജൻസികളാണ് ഫസ്റ്റ് വൺ കുടുംബം. അപ്പോൾ ഫാമിലിയിൽ നിന്ന് കുട്ടികൾക്ക് എന്താണ് രാഷ്ട്രീയമായിട്ടുള്ള മനോഭാവങ്ങൾ കുട്ടി നേടിയെടുക്കുന്നുണ്ട്. അതേപോലെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പിയർ ഗ്രൂപ്പ് സമപ്രായക്കാർ, അതേപോലെ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവയിൽ നിന്നെല്ലാം കുട്ടി രാഷ്ട്രീയമായിട്ടുള്ള അറിവുകൾ കുട്ടി നേടിയെടുക്കുന്നുണ്ട്. അപ്പം ഏജൻസീസ് ഓഫ് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ എന്നത് ഫാമിലി, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പിയർ ഗ്രൂപ്പ്സ്, റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നിവയാണ്. ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.